റോഡ് ഷോയുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തി. അപ്പോ സ്ഥാനാർത്ഥി കാത്ത് നിൽക്കോടോ എല്ലാരും? സ്ഥാനാർത്ഥി കാത്ത് നിൽക്കോടോ? ഓള ഉഷാറല്ലേ? ഉഷാറാണ്. അപ്പൊ ഇത്തവണ എത്ര കിട്ടും ഭൂരിപക്ഷം? 25,000 വോട്ട്. 20,000 മുകളിൽ വോട്ട്. 25,000 ഒരു തരം. 15,000 ഉറപ്പിച്ചു. പാലക്കാട് ഉറപ്പിച്ചു. 3 തരം ഉറപ്പിച്ചു. 25,000 മുകളിൽ ഉറപ്പിച്ചു. വോട്ടാണോ ഭൂരിപക്ഷമാണോ? ഭൂരിപക്ഷം 25,000 ഉറപ്പിച്ചിരിക്കുകയാണ്. വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചാലും പാലക്കാട് ഞങ്ങൾ നിലനിർത്തും. കോട്ട ഒരു സംശയമില്ല. സന്ദീപ് വാര്യർ വന്നാൽ ഞങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഓക്കെ, അപ്പോ സന്ദീപ് വാര്യർ വന്നത് അനുകൂല ഘടകമാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇവിടെ കുറച്ച് വനിതാ പ്രവർത്തകരുണ്ട്. ഉഷാറല്ലേ? കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, 25,000. ഓ, ചേലക്കര 5,500, പാലക്കാട് 20. വയനാട് നല്ല ഭൂരിപക്ഷമാണ്. അപ്പൊ 3 മണ്ഡലവും ഇങ്ങനെ എടുക്കും എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പൊ നമുക്ക് റോഡ് ഷോയുടെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ റോളം? ഭയങ്കര വൈബാണല്ലോ അല്ലേ? വൻ വൈബാണ്. നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണം. അപ്പൊ ആൾക്കൂട്ടം നമ്മളെ തിരിച്ചു സ്നേഹിക്കും. അപ്പൊ ആൾക്കൂട്ടത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങി ഞാനല്ല സ്ഥാനാർത്ഥി പോരും. അതെ അതെ, സ്ഥാനാർത്ഥി എത്തിക്കുമല്ലോ അല്ലേ ഇക്ബാലെ? സ്ഥാനാർത്ഥി വരുമല്ലോ അല്ലേ? വരുന്നുണ്ട്. അല്ലമീൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആണോ? അല്ലമീനാണ് ഇവിടുത്തെ കുൽസിത പ്രവർത്തനങ്ങളെല്ലാം. സ്ഥാനാർത്ഥിയുടെ വാഹനം ഇതാ കടന്നു വരികയാണ്. വന്നില്ല, ഉടനെ വരും. അപ്പൊ സ്ഥാനാർത്ഥി ഉടൻ വരും. സ്ഥാനാർത്ഥി തത്സമയ പരിപാടി കാണുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയേക്കാൾ മുമ്പേ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വന്നാൽ മതി. ആൾക്കൂട്ടം മുഴുവൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്ക് റോഡ് ഷോ ഒക്കെ വലിയ സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല? തീർച്ചയായും രണ്ടുപേരും കൂടി ഉണ്ട്, അവരെ കാണുന്നില്ല. ആ കൂടെ വന്നോന്നറിയില്ല. മുതലാളിയുണ്ട്. അതായത് മുതലാളിയെ പണിയെടുപ്പിക്കുന്ന തൊഴിലാളിയാണ് ഞാൻ. ഗംഭീരല്ലേ? ഓ, ഗംഭീരം. മുതലാളി ഞങ്ങളുടെ ഒരാളെ ഇടയ്ക്കുണ്ട്, ഒന്ന് തരുമോ? അതെ. അപ്പോ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നമ്മൾ ഈ പ്രചാരണത്തിനിടയിൽ ഒരു സെൽഫിയാണ് ഗൈസ്. അപ്പൊ ഉഷാറല്ലേ? അപ്പൊ ഞാൻ ഇവിടെ നീങ്ങോട്ടെ. ഓ, അപ്പൊ നമ്മുടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പൊ കൂടിയുള്ളത് അല്ലേ? കണ്ണൂരിൽ നമ്മുടെ സുധാകരേട്ടന്റെ ആൾക്കാര്. അപ്പോ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടിക്കായി കണ്ണൂരിൽ നിന്ന് പിന്നെ മലപ്പുറം എല്ലായിടത്തുന്നുണ്ടല്ലേ? എല്ലായിടത്തുന്നുണ്ട്. അപ്പോ മുഴുവൻ ആളുകളും പാലക്കാട്ട് വന്ന് സംഗമിക്കുകയാണ്. ആ സംഗമമാണ് നമ്മൾ കാണുന്ന ത്രിവർണ്ണ തൊപ്പിയൊക്കെ വെച്ച്. അടുത്ത ടാർഗറ്റ് ഇട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിലേക്ക് അത് വേണോ? അപ്പൊ നമ്മളങ്ങോട്ടൊന്ന് നീങ്ങട്ടെ. എന്തോ പൊളിഞ്ഞു വീഴും. അപ്പോ ഇവിടെ ഇങ്ങനെ കുതിര കച്ചവടമൊക്കെ നടത്തുമെന്ന് പരസ്യമായിട്ട് തന്നെ വിളിച്ചു പറയുവാണല്ലോ.